നമസ്കാരം. അടുത്ത കാലത്തായി നിക്ഷേപകർക്കിടയിൽ ഉയർന്നുവരുന്ന ഒരു പ്രവണതയാണ് സ്വർണം ലീസിംഗ് അഥവാ സ്വർണ്ണാഭരണ വ്യാപാരികൾക്കും റിഫൈനറിമാർക്കും വാടകയ്ക്ക് നൽകുന്നത്. ഈ വർഷം സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ എത്തിയതോടെ അതിൽ നിന്ന് എങ്ങനെ വരുമാനം നേടാം എന്നാണ് നിക്ഷേപകർ നോക്കുന്നത്. സ്വർണ്ണ നിലവറകളിൽ വെറുതെ ഇരിക്കാൻ അനുവദിക്കുന്നതിന് പകരം പലരും ഇപ്പോൾ അവ പലിശയ്ക്കും അതോടൊപ്പം തന്നെ റിഫൈനർമാർക്കും ജ്വല്ലറികൾക്കും പാട്ടത്തിന് നൽകുകയാണ്. സ്വർണം ലാഭകരമല്ലാത്ത ഒരു ആസ്തിയാണെന്ന് ആ ആശയത്തെ തന്നെ വെല്ലുവിളിക്കുകയാണിത്. ആളുകൾ ഇനി സ്വർണം വാങ്ങി $5000 ഉയരുന്നതുവരെ കാത്തിരിക്കുന്നില്ല. മോണിറ്ററി മെറ്റൽസിന്റെ സ്ഥാപകനും സിഇഒയുമായ കീത്ത് വീനർ ദേശീയ മാധ്യമത്തോട് പറഞ്ഞതാണിത്. ഇന്ത്യയിലും സ്വർണം ലീസിംഗിനുള്ള ആവശ്യം വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. സമീപ മാസങ്ങളിൽ ലീസ് നിരക്കുകൾ 2 മുതൽ 3% നിന്ന് 6 മുതൽ 7% ഉയർന്നു. ഉത്സവ സീസൺ, വിവാഹങ്ങൾ, വിതരണക്ഷാമം തുടങ്ങിയ ഘടകങ്ങൾ സ്വർണ്ണവില ഉയർത്തുന്നുണ്ട്. ഡിജിറ്റൽ സ്വർണ്ണ ആപ്പുകളും ധനസമ്പാദന പദ്ധതികളും ദൈനംദിന നിക്ഷേപകർക്ക് അധിക വരുമാനം നേടാൻ സാധ്യമാക്കുന്നുണ്ട്. ഈ തന്ത്രം ലാഭകരമല്ലാത്ത ഒരു ആസ്തിയിൽ നിന്ന് നിഷ്ക്രിയ വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള ഒരു മാർഗം നൽകുന്നുണ്ട്. ഇത് സ്വർണത്തിന്റെ മൂല്യവർദ്ധനത്തിനപ്പുറം അധിക വരുമാനം തേടുന്ന നിക്ഷേപകരെ ആകർഷിക്കുന്നുണ്ട്. 2025 സ്വർണ്ണ ലീസിംഗ് പ്രവർത്തനം കുത്തനെ ഉയരുകയാണ്. ഒരു സ്ഥാപനം ലീസിംഗ് അളവിൽ 2 ദശലക്ഷത്തിൽ നിന്ന് 40 ദശലക്ഷമായി കുതിച്ചുചാട്ടം റിപ്പോർട്ട് ചെയ്തതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പരമ്പരാഗതമായി നിഷ്ക്രിയ ആസ്തികളിൽ നിന്ന് പോലും വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകരുടെ വിശാലമായ പ്രവണതയെ ഇത് പ്രതിഫലിക്കുന്നുണ്ട്. സ്വർണം പാട്ട പ്രക്രിയ ഒരു വായ്പ പോലെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ പണത്തിന് പകരം ആസ്തി ഔൺസ് സ്വർണത്തിലാണ് നിർണ്ണയിക്കുന്നത്. നിക്ഷേപകർ ഒരു ലീസിംഗ് പ്ലാറ്റ്ഫോമിലേക്കോ ധനകാര്യ സ്ഥാപനത്തിലേക്കോ സ്വർണം കടം കൊടുക്കുന്നു. തുടർന്ന് അത് ഉൽപാദനത്തിനായി ലോഹം ആവശ്യമുള്ള ബിസിനസ്സുകൾക്ക് വായ്പ നൽകുന്നു. ജ്വല്ലറികൾ, റിഫൈനർമാർ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ അവരുടെ ഉത്പന്നങ്ങൾ നിർമ്മിക്കാൻ സ്വർണം ഉപയോഗിക്കുന്നു. അതുവഴി പണം കടം വാങ്ങേണ്ടതിന്റെ ആവശ്യകതയോ സ്വർണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്കുള്ള അപകട സാധ്യതയോ ഒഴിവാക്കുകയാണ്. അവർ പൂർത്തിയായ ഇനങ്ങൾ നിലവിൽ വിലയിൽ വിൽക്കുന്നുണ്ട്. ലീസ് നിരക്ക് അങ്ങനെയാണ് നൽകുന്നത്. കൂടാതെ അതേ അളവിൽ സ്വർണം തിരികെ നൽകുന്നു, അല്ലെങ്കിൽ അത് കാലാവധി പൂർത്തിയാകുമ്പോൾ ലീസ് പുതുക്കുന്നു. നിക്ഷേപകർക്ക് സാധാരണയായി അധിക ഗ്രാം സ്വർണത്തിന്റെ രൂപത്തിൽ വരുമാനം ലഭിക്കും. ഇത് പ്രതിവർഷം 2 മുതൽ 7% വരെയാകാം. ലീസ് കാലാവധി നിരവധി ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ വ്യത്യാസപ്പെടാം. കാലാവധിയുടെ അവസാനത്തിൽ ശേഖരിച്ച വിളവിനൊപ്പം സ്വർണത്തിന്റെ യഥാർത്ഥ അളവും നിക്ഷേപകന്റെ ഡിജിറ്റൽ അക്കൗണ്ടിലേക്ക് തിരികെ ക്രെഡിറ്റ് ചെയ്യപ്പെടും. പോർട്ട്ഫോളിയോകൾ വൈവിധ്യവൽക്കരിക്കാനും സാമ്പത്തിക അനിശ്ചിതത്വം, അതോടൊപ്പം തന്നെ പണപ്പെരുപ്പ്, കറൻസി ഏറ്റക്കുറച്ചിലുകൾ എന്നിവയ്ക്കെതിരെ സംരക്ഷണമായി സ്വർണത്തെ അംഗീകരിക്കാനും ഇതൊരു മാർഗമാണ്. എന്നാൽ ഇതിൽ ചില അപകട സാധ്യതകളുമുണ്ട്. ഒരു പ്രധാന അപകട സാധ്യത എന്താണെന്നാൽ, കടം വാങ്ങുന്നയാൾ, ഉദാഹരണത്തിന് ഒരു ജ്വല്ലറി അല്ലെങ്കിൽ റിഫൈനർ, വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുകയോ പാപ്പരാകുകയോ ചെയ്താൽ കടം കൊടുക്കുന്നയാൾക്ക് അവരുടെ സ്വർണം വീണ്ടെടുക്കാൻ കഴിയില്ല എന്നതാണ്. വിപണിയിലെ ചാഞ്ചാട്ടവും പരിഗണിക്കേണ്ടതാണ്. പാട്ട കാലാവധിയിൽ സ്വർണ്ണവില കുത്തനെ ഉയർന്നാൽ വിൽപ്പനയിൽ നിന്നുള്ള ലാഭം കടം കൊടുക്കുന്നയാൾക്ക് നഷ്ടമാകും. ലിക്വിഡിറ്റി റിസ്ക് മറ്റൊരു ഘടകമാണ്. കാരണം പാട്ടത്തിനെടുത്ത സ്വർണം കടം കൊടുക്കുന്നയാൾക്ക് തിരികെ ആവശ്യമുണ്ടെങ്കിൽ അത് ഉടനടി വീണ്ടെടുക്കാൻ കഴിയില്ല. ഗതാഗതത്തിലോ ഉപയോഗത്തിലോ തെറ്റായി കൈകാര്യം ചെയ്യൽ, നഷ്ടമല്ലെങ്കിൽ മോഷണം പോലുള്ള പ്രവർത്തന അപകട സാധ്യതകളും ഭീഷണി ഉയർത്തുന്നുണ്ട്. കൂടാതെ പലിശ നിരക്കും അതോടൊപ്പം തന്നെ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം പാട്ടത്തിനെടുക്കുന്നതിൽ നിന്നുള്ള വരുമാനം പണപ്പെരുപ്പത്തിനോ മറ്റ് നിക്ഷേപ അവസരങ്ങൾക്കോ അനുസൃതമായിരിക്കില്ല. ഇത് ലഘൂകരിക്കുന്നതിന് പല പ്ലാറ്റ്ഫോമുകളും സുരക്ഷാ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നുണ്ട്. പല കമ്പനികളും വലിയ ജാഗ്രത പാലിക്കുകയും സ്ഥാപിത ജ്വല്ലറികളുമായി പങ്കാളിത്തം സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലർ പാട്ടത്തിനെടുത്ത സ്വർണം ബാങ്ക് ഗ്യാരണ്ടി ഉപയോഗിച്ച് സുരക്ഷിതമാക്കുകയും ചെയ്യുന്നുണ്ട്. ചെറുകിട നിക്ഷേപകർക്ക് ഭൗതിക സ്വർണം അത് പാട്ടത്തിന് കൊടുക്കാൻ വലിയ പ്രയാസമായി വരുന്നുണ്ട്. കാരണം ഈ സ്വർണത്തിന്റെ വിലകൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവർ അനുസരിച്ചുള്ള പണങ്ങൾ ഈ പണയം വയ്ക്കുന്നവർക്ക് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് തത്വമയി TV.